1 ശമൂവേൽ അധ്യായം 17. അനന്തരം ഫെലിസ്ത്യർ സൈന്യങ്ങളെ യുദ്ധത്തിന് ഒന്നിച്ചുകൂട്ടി. അവൻ യഹൂദയ്ക്കുള്ള സോഖോവിൽ ഒരുമിച്ച് കൂടി. സോഖോവിനും അസേക്കയ്ക്കും മധ്യേ ഏഫെസ് ദമീമിൽ പാളയമിറങ്ങി. ശൗലും ഇസ്രായേല്യരും ഒന്നിച്ചുകൂടി ഏലാ താഴ്വരയിൽ പാളയമിറങ്ങി ഫെലിസ്ത്യരോട് പടയ്ക്ക് അണിനിരത്തി. ഫെലിസ്ത്യർ ഇപ്പുറത്ത് ഒരു മലഞ്ചെരുവിലും ഇസ്രായേല്യർ അപ്പുറത്ത് ഒരു മലഞ്ചെരുവിലും നിന്നു. അവരുടെ മധ്യേ ഒരു താഴ്വരയുണ്ടായിരുന്നു. അപ്പോൾ ഫെലിസ്ത്യരുടെ പാളയത്തിൽ നിന്ന് ഗത്യനായ ഗോലിയാത്ത് എന്ന ഒരു മല്ലൻ പുറപ്പെട്ടു. അവൻ 6 മുഴവും 1 ചാണും നെടുപ്പമുള്ളവനായിരുന്നു. അവന് തലയിൽ ഒരു താമ്ര ശിരസ്ത്രമുണ്ടായിരുന്നു. അവൻ 5000 ശേക്കെൽ തൂക്കമുള്ള ഒരു താമ്ര കവചവും ധരിച്ചിരുന്നു. അവന് താമ്രം കൊണ്ടുള്ള കാൽച്ചട്ടയും ചുമലിൽ താമ്രം കൊണ്ടുള്ള ഒരു വേലും ഉണ്ടായിരുന്നു. അവന്റെ കുന്തത്തിന്റെ തണ്ട് നെയ്ത്തുകാരന്റെ പടപ്പ് തടി പോലെയായിരുന്നു. കുന്തത്തിന്റെ അലക് 600 ശേക്കെൽ ഇരുമ്പ് ആയിരുന്നു. ഒരു പരിചക്കാരൻ അവന്റെ മുൻപേ നടന്നു. അവൻ നിന്ന് ഇസ്രായേൽ നിരകളോട് വിളിച്ചു പറഞ്ഞത്, നിങ്ങൾ വന്ന് പടയ്ക്ക് അണിനിരന്നിരിക്കുന്നത് എന്തിന്? ഞാൻ ഫെലിസ്ത്യനും നിങ്ങൾ ശൗലിന്റെ ചേവകരും അല്ലയോ? നിങ്ങൾ ഒരുത്തനെ തിരഞ്ഞെടുത്തു കൊള്ളുവീൻ, അവൻ എൻ്റെ അടുക്കൽ ഇറങ്ങി വരട്ടെ. അവൻ എന്നോട് അംഗം പൊരുതു എന്നെ കൊല്ലുവാൻ പ്രാപ്തനായാൽ ഞങ്ങൾ നിങ്ങൾക്ക് അടിമകളാകാം. ഞാൻ അവനെ ജയിച്ചു കൊന്നാൽ നിങ്ങൾ ഞങ്ങൾക്ക് അടിമകളായി ഞങ്ങളെ സേവിക്കണം. ഫെലിസ്ത്യൻ പിന്നെയും, ഞാൻ ഇന്ന് ഇസ്രായേൽ നിരകളെ വെല്ലുവിളിക്കുന്നു, ഞങ്ങൾ തമ്മിൽ അംഗം പൊരുതേണ്ടതിന് ഒരുത്തനെ വിട്ടു തരുവീൻ എന്ന് പറഞ്ഞു. ഫെലിസ്ത്യന്റെ ഈ വാക്കുകൾ ശൗലും എല്ലാ ഇസ്രായേല്യരും കേട്ടപ്പോൾ ഭ്രമിച്ചു, ഏറ്റവും ഭയപ്പെട്ടു. എന്നാൽ ദാവീദ് യഹൂദയിലെ ബേത്ലഹേമിൽ ഇശായി എന്നു പേരുള്ള ഒരു എഫ്രാത്യന്റെ മകനായിരുന്നു. ഇശായിക്ക് 8 മക്കളുണ്ടായിരുന്നു. അവൻ ശൗലിന്റെ കാലത്ത് വയസ്സ് ചെന്ന് വൃദ്ധനായിരുന്നു. ഇശായിയുടെ മൂത്ത മക്കൾ മൂവരും പുറപ്പെട്ട് ശൗലിന്റെ കൂടെ യുദ്ധത്തിന് ചെന്നിരുന്നു. യുദ്ധത്തിന് പോയ 3 മക്കൾ ആദ്യജാതൻ ഏലിയാബും അവന്റെ അനുജൻ അബീനാദാബും മൂന്നാമത്തവൻ ശമ്മയും ആയിരുന്നു. ദാവീദോ എല്ലാവരിലും ഇളയവൻ. മൂത്തവർ മൂവരും ശൗലിന്റെ കൂടെ പോയിരുന്നു. ദാവീദ് ശൗലിന്റെ അടുക്കൽ നിന്ന് തന്റെ അപ്പന്റെ ആടുകളെ മേയ്പ്പാൻ ബേത്ലഹേമിൽ പോയി വരിക പതിവായിരുന്നു. ആ ഫെലിസ്ത്യൻ 40 ദിവസം മുടങ്ങാതെ രാവിലെയും വൈകുന്നേരവും മുൻപോട്ട് വന്ന് നിന്നു. ഇശായി തന്റെ മകനായ ദാവീദിനോട് പറഞ്ഞത്, ഈ ഒരു പറ മലരും അപ്പം 10 എടുത്ത് പാളയത്തിൽ നിന്റെ സഹോദരന്മാരുടെ അടുക്കൽ വേഗം കൊണ്ടുചെന്ന് കൊടുക്ക. ഈ പാൽക്കട്ട 10 സഹസ്രാധിപന് കൊടുക്ക. നിന്റെ സഹോദരന്മാരുടെ ക്ഷേമം ചോദിച്ച് ലക്ഷ്യവും വാങ്ങി വരിക. ശൗലും അവരും ഇസ്രായേല്യർ ഒക്കെയും ഏലാ താഴ്വരയിൽ ഫെലിസ്ത്യരോട് യുദ്ധം ചെയ്യുന്നുണ്ട്. അങ്ങനെ ദാവീദ് അതികാലത്ത് എഴുന്നേറ്റു ആടുകളെ കാവൽക്കാരന്റെ പക്കൽ വിട്ടേച്ച് ഇശായി തന്നോട് കൽപ്പിച്ചതൊക്കെയും എടുത്തും കൊണ്ടു ചെന്ന് കൈനിലയിൽ എത്തിയപ്പോൾ സൈന്യം പടയ്ക്ക് ആർത്തു വിളിച്ചുകൊണ്ട് പുറപ്പെടുകയായിരുന്നു. ഇസ്രായേലും ഫെലിസ്ത്യരും നേർക്കുനേരെ അണിനിരന്നു നിന്നു. ദാവീദ് തന്റെ സാമാനം പടക്കോപ്പ് സൂക്ഷിക്കുന്നവന്റെ പക്കൽ ഏൽപ്പിച്ചും വെച്ച് അണിയിൽ ഓടിച്ചെന്ന് തന്റെ സഹോദരന്മാരോട് കുശലം ചോദിച്ചു. അവൻ അവരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഗത്യനായ ഗോലിയാത്ത് എന്ന ഫെലിസ്ത്യ മല്ലൻ ഫെലിസ്ത്യരുടെ നിരകളിൽ നിന്ന് പുറപ്പെട്ടു വന്ന് മുൻപിലത്തെ വാക്കുകൾ തന്നെ പറയുന്നത് ദാവീദ് കേട്ടു. അവനെ കണ്ടപ്പോൾ ഇസ്രായേല്യരൊക്കെയും ഏറ്റവും ഭയപ്പെട്ട് അവന്റെ മുൻപിൽ നിന്ന് ഓടി. എന്നാറെ ഇസ്രായേല്യർ വന്നു നിൽക്കുന്ന ഇവനെ കണ്ടുവോ? അവൻ ഇസ്രായേലിനെ നിന്ദിപ്പാൻ വന്നിരിക്കുന്നു. അവനെ കൊല്ലുന്നവനെ രാജാവ് മഹാസമ്പന്നനാക്കുകയും തന്റെ മകളെ അവന് കൊടുക്കുകയും അവന്റെ പിതൃഭവനത്തിന് ഇസ്രായേലിൽ കരമൊഴിവ് കൽപ്പിച്ചു കൊടുക്കുകയും ചെയ്യും എന്ന് പറഞ്ഞു. അപ്പോൾ ദാവീദ് തന്റെ അടുക്കൽ നിൽക്കുന്നവരോട്, ഈ ഫെലിസ്ത്യനെ കൊന്ന് ഇസ്രായേലിൽ നിന്ന് നിന്ദയെ നീക്കിക്കളയുന്നവന് എന്തു കൊടുക്കും? ജീവനുള്ള ദൈവത്തിന്റെ സേനകളെ നിന്ദിപ്പാൻ ഈ അഗ്രചർമ്മിയായ ഫെലിസ്ത്യൻ ആർ എന്ന് പറഞ്ഞു. അതിന് ജനം, അവനെ കൊല്ലുന്നവന് ഇന്നിന്നതൊക്കെയും കൊടുക്കും എന്നവനോട് ഉത്തരം പറഞ്ഞു.
അവരോട് അവൻ സംസാരിക്കുന്നത് അവന്റെ മൂത്ത ജ്യേഷ്ഠൻ ഏലിയാബ് കേട്ടു ദാവീദിനോട് കോപിച്ചു. നീ ഇവിടെ എന്തിനു വന്നു? മരുഭൂമിയിൽ ആ കുറെ ആടുള്ളത് നീ ആരുടെ പക്കൽ വിട്ടേച്ചു പോന്നു? നിന്റെ അഹങ്കാരവും നിഗളഭാവവും എനിക്കറിയാം. പട കാൺമാനല്ലേ നീ വന്നത് എന്ന് പറഞ്ഞു. അതിന് ദാവീദ്, ഞാൻ ഇപ്പോൾ എന്തു ചെയ്തു? ഒരു വാക്കല്ലേ പറഞ്ഞുള്ളൂ എന്ന് പറഞ്ഞു. അവൻ അവനെ വിട്ടുമാറി മറ്റൊരുത്തനോട് അങ്ങനെ തന്നെ ചോദിച്ചു. ജനം മുൻപിലത്തെ പോലെ തന്നെ ഉത്തരം പറഞ്ഞു. ദാവീദ് പറഞ്ഞ വാക്കുകൾ പരസ്യമായപ്പോൾ ശൗലിനും അറിവ് കിട്ടി. അവൻ അവനെ വിളിച്ചു വരുത്തി. ദാവീദ് ശൗലിനോട്, ഇവന്റെ നിമിത്തം ആരും അധൈര്യപ്പെടേണ്ട. അടിയൻ ചെന്ന് ഈ ഫെലിസ്ത്യനോട് അംഗം പൊരുതും എന്ന് പറഞ്ഞു. ശൗൽ ദാവീദിനോട്, ഈ ഫെലിസ്ത്യനോട് ചെന്ന് അംഗം പൊരുതുവാൻ നിനക്ക് പ്രാപ്തിയില്ല. നീ ബാലനത്രേ, അവനോ ബാല്യം മുതൽ യോദ്ധാവാകുന്നു എന്ന് പറഞ്ഞു. ദാവീദ് ശൗലിനോട് പറഞ്ഞത്, അടിയൻ അപ്പന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ ഒരു സിംഹവും ഒരിക്കൽ ഒരു കരടിയും വന്ന് കൂട്ടത്തിൽ നിന്ന് ആട്ടിൻകുട്ടിയെ പിടിച്ചു. ഞാൻ പിന്തുടർന്ന് അതിനെ അടിച്ചു. അതിൻ്റെ വായിൽ നിന്ന് ആട്ടിൻകുട്ടിയെ വിടുവിച്ചു. അത് എൻ്റെ നേരെ വന്നപ്പോൾ ഞാൻ അതിനെ താടിക്ക് പിടിച്ച് അടിച്ചു കൊന്നു. ഇങ്ങനെ അടിയൻ സിംഹത്തെയും കരടിയെയും കൊന്നു. ഈ അഗ്രചർമ്മിയായ ഫെലിസ്ത്യൻ ജീവനുള്ള ദൈവത്തിൻ്റെ സൈന്യത്തെ നിന്ദിച്ചിരിക്കൊണ്ട് അവനും അവയിലൊന്നിനെപ്പോലെ ആകും. ദാവീദ് പിന്നെയും, സിംഹത്തിൻ്റെ കയ്യിൽ നിന്നും കരടിയുടെ കയ്യിൽ നിന്നും എന്നെ രക്ഷിച്ച യഹോവ ഈ ഫെലിസ്ത്യൻ്റെ കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കും എന്ന് പറഞ്ഞു. ശൗൽ ദാവീദിനോട്, ചെല്ലുക, യഹോവ നിന്നോടുകൂടിയിരിക്കും എന്ന് പറഞ്ഞു. ശൗൽ തൻ്റെ പടയങ്കി ദാവീദിനെ ധരിപ്പിച്ചു. അവൻ്റെ തലയിൽ താമ്രശിരസ്ത്രം വെച്ചു. തൻ്റെ കവചവും അവനെ ഇടിവിച്ചു. പടയങ്കിമേൽ അവൻ്റെ വാളും കെട്ടി ദാവീദ് നടപ്പാൻ നോക്കി. എന്നാൽ അവന് ശീലമില്ലായിരുന്നു. ദാവീദ് ശൗലിനോട്, ഞാൻ ശീലിച്ചിട്ടില്ലായ്കയാൽ ഇവ ധരിച്ചും കൊണ്ട് നടപ്പാൻ എനിക്ക് കഴിയുകയില്ല എന്ന് പറഞ്ഞു. അവയെ ഊരിവെച്ചു. പിന്നെ അവൻ തൻ്റെ വടിയെടുത്തു. തോട്ടിൽ നിന്ന് മിനുസമുള്ള 5 കല്ലും തിരഞ്ഞെടുത്തു. ഇടയസഞ്ചിയായ പൊക്കണത്തിലിട്ടു. കയ്യിൽ കവണയുമായി ഫെലിസ്ത്യനോട് അടുത്തു. ഫെലിസ്ത്യനും ദാവീദിനോടടുത്തു. പരിചക്കാരനും അവൻ്റെ മുൻപേ നടന്നു. ഫെലിസ്ത്യൻ നോക്കി ദാവീദിനെ കണ്ടപ്പോൾ അവനെ നിന്ദിച്ചു. അവൻ തീരെ ബാലനും പവിഴ നിറമുള്ളവനും കോമളരൂപനുമായിരുന്നു. ഫെലിസ്ത്യൻ ദാവീദിനോട്, നീ വടികളുമായി എൻ്റെ നേരെ വരുവാൻ ഞാൻ നായോ എന്ന് ചോദിച്ചു. തൻ്റെ ദേവന്മാരുടെ നാമം ചൊല്ലി ദാവീദിനെ ശപിച്ചു. ഫെലിസ്ത്യൻ പിന്നെയും ദാവീദിനോട്, ഇങ്ങോട്ടു വാ, ഞാൻ നിന്റെ മാംസം ആകാശത്തിലെ പക്ഷികൾക്കും കാട്ടിലെ മൃഗങ്ങൾക്കും ഇരയാക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ദാവീദ് ഫെലിസ്ത്യനോട് പറഞ്ഞത്, നീ വാളും കുന്തവും വേലുമായി എൻ്റെ നേരെ വരുന്നു. ഞാനോ നീ നിന്ദിച്ചിട്ടുള്ള ഇസ്രായേൽ നിരകളുടെ ദൈവമായ സൈന്യങ്ങളുടെ യഹോവയുടെ നാമത്തിൽ നിന്റെ നേരെ വരുന്നു. യഹോവ ഇന്ന് നിന്നെ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കും. ഞാൻ നിന്നെ കൊന്ന് നിന്റെ തല ഛേദിച്ചു കളയും. അത്രയുമല്ല, ഞാൻ ഇന്ന് ഫെലിസ്ത്യ സൈന്യങ്ങളുടെ ശവങ്ങളെ ആകാശത്തിലെ പക്ഷികൾക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കും ഇരയാക്കും. ഇസ്രായേലിൽ ഒരു ദൈവമുണ്ടെന്ന് സർവ്വഭൂമിയും അറിയും. യഹോവ വാൾ കൊണ്ടും കുന്തം കൊണ്ടുമല്ല രക്ഷിക്കുന്നത് എന്ന് ഈ സംഘമെല്ലാം അറിവാൻ ഇടവരും. യുദ്ധം യഹോവയ്ക്കുള്ളത്. അവൻ നിങ്ങളെ ഞങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു തരും. പിന്നെ ഫെലിസ്ത്യൻ ദാവീദിനോട് എതിർപ്പാൻ നേരിട്ടടുത്തപ്പോൾ ദാവീദ് ബന്ധപ്പെട്ട് ഫെലിസ്ത്യനോട് എതിർപ്പാൻ അണിക്കു നേരെ ഓടി. ദാവീദ് സഞ്ചിയിൽ കൈയിട്ട് ഒരു കല്ലെടുത്ത് കവിണയിൽ വെച്ച് വീശി ഫെലിസ്ത്യന്റെ നെറ്റിക്കെറിഞ്ഞു. കല്ല് അവന്റെ നെറ്റിയിൽ കൊണ്ടു പതിഞ്ഞു. അവൻ കവിണ്ണു വീണു. ഇങ്ങനെ ദാവീദ് ഒരു കവിണയും ഒരു കല്ലും കൊണ്ട് ഫെലിസ്ത്യനെ ജയിച്ചു. ഫെലിസ്ത്യനെ കൊന്നുമുടിച്ചു. എന്നാൽ ദാവീദിന്റെ കയ്യിൽ വാൾ ഇല്ലായിരുന്നു. ആകയാൽ ദാവീദ് ഓടിച്ചെന്ന് ഫെലിസ്ത്യന്റെ പുറത്ത് കയറി നിന്ന് അവന്റെ വാൾ ഉറയിൽ നിന്ന് ഊരിയെടുത്തു അവനെ കൊന്നു. അവന്റെ തല വെട്ടിക്കളഞ്ഞു. തങ്ങളുടെ മല്ലൻ മരിച്ചുപോയി എന്ന് ഫെലിസ്ത്യർ കണ്ടിട്ട് ഓടിപ്പോയി. ഇസ്രായേല്യരും യഹൂദ്യരും പുറപ്പെട്ടു ആർത്തും കൊണ്ട് ഗത്തും എക്രോൻ വാതിലുകളും വരെ ഫെലിസ്ത്യരെ പിന്തുടർന്നു. ഫെലിസ്ത്യ ഹതന്മാർ ശയരയീമിനുള്ള വഴിയിൽ ഗത്തും എക്രോനും വരെ വീണുകിടന്നു.
ഇങ്ങനെ ഇസ്രായേൽ മക്കൾ ഫെലിസ്ത്യരെ ഓടിക്കുകയും മടങ്ങി വന്ന് അവരുടെ പാളയം കൊള്ളയിടുകയും ചെയ്തു. എന്നാൽ ദാവീദ് ഫെലിസ്ത്യന്റെ തലയെടുത്ത് അതിനെ യെരൂശലേമിലേക്ക് കൊണ്ടുവന്നു. അവന്റെ ആയുധവർഗമോ തന്റെ കൂടാരത്തിൽ സൂക്ഷിച്ചു വെച്ചു. ദാവീദ് ഫെലിസ്ത്യന്റെ നേരെ ചെല്ലുന്നത് ശൗൽ കണ്ടപ്പോൾ സേനാധിപതിയായ അബ്നേരിനോട്, അബ്നേരെ, ഈ ബാല്യക്കാരൻ ആരുടെ മകൻ എന്ന് ചോദിച്ചതിന് അബ്നേർ, രാജാവേ, തിരുമേനിയാണ്, ഞാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞു. ഈ ബാല്യക്കാരൻ ആരുടെ മകനെന്നും നീ അന്വേഷിക്കണം എന്ന് രാജാവ് കൽപ്പിച്ചു. ദാവീദ് ഫെലിസ്ത്യനെ സംഹരിച്ചു മടങ്ങി വരുമ്പോൾ അബ്നേർ അവനെ കൂട്ടി ശൗലിന്റെ മുൻപാകെ കൊണ്ടുചെന്നു. ഫെലിസ്ത്യന്റെ തലയും അവന്റെ കയ്യിലുണ്ടായിരുന്നു. ശൗൽ അവനോട്, ബാല്യക്കാരാ, നീ ആരുടെ മകൻ എന്ന് ചോദിച്ചു. ഞാൻ ബേത്ലഹേമ്യനായ നിന്റെ ദാസൻ ഇശായിയുടെ മകൻ എന്ന് ദാവീദ് പറഞ്ഞു. ഒന്ന് ശമൂവേൽ അധ്യായം 18. അവൻ ശൗലിനോട് സംസാരിച്ച് തീർന്നപ്പോൾ യോനാഥാന്റെ മനസ്സ് ദാവീദിന്റെ മനസ്സോട് പറ്റിച്ചേർന്നു. യോനാഥാൻ അവനെ സ്വന്തം പ്രാണനെ പോലെ സ്നേഹിച്ചു. ശൗൽ അന്ന് അവനെ ചേർത്തുകൊണ്ടു. അവന്റെ പിതൃഭവനത്തിലേക്ക് മടങ്ങിപ്പോകുവാൻ പിന്നെ അനുവദിച്ചതുമില്ല. യോനാഥാൻ ദാവീദിനെ സ്വന്തം പ്രാണനെ പോലെ സ്നേഹിക്കൊണ്ട് അവനുമായി സഖ്യത ചെയ്തു. യോനാഥാൻ താൻ ധരിച്ചിരുന്ന മേലങ്കി ഊരി അതും തന്റെ വസ്ത്രവും വാളും വില്ലും അരക്കച്ചയും ദാവീദിനു കൊടുത്തു. ശൗൽ അയക്കുന്നിടത്തൊക്കെയും ദാവീദ് പോയി കാര്യാദികളെ വിവേകത്തോടെ നടത്തും. അതുകൊണ്ട് ശൗൽ അവനെ പടജനത്തിന് മേധാവിയാക്കി. ഇത് സർവ്വജനത്തിനും ശൗലിന്റെ ഭൃത്യന്മാർക്കും ബോധിച്ചു. ദാവീദ് ഫെലിസ്ത്യനെ സംഹരിച്ച ശേഷം അവർ മടങ്ങി വരുമ്പോൾ ഇസ്രായേല്യ പട്ടണങ്ങളിൽ നിന്നൊക്കെയും സ്ത്രീകൾ പാടിയും നൃത്തം ചെയ്തും കൊണ്ട് തപ്പും തമ്പുരുവുമായി സന്തോഷത്തോടെ ശൗൽ രാജാവിനെ എതിരേറ്റ് ചെന്നു. സ്ത്രീകൾ വാദ്യഘോഷത്തോടെ ഗാനപ്രതിഗാനമായി ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 എന്ന് പാടി. അപ്പോൾ ശൗൽ ഏറ്റവും കോപിച്ചു. ഈ വാക്ക് അവന് അനിഷ്ടമായി. അവർ ദാവീദിന് 10,000 കൊടുത്തു, എനിക്ക് 1000 മാത്രമേ തന്നുള്ളൂ. ഇനി രാജത്വമല്ലാതെ അവന് കിട്ടുവാൻ എന്തുള്ളൂ എന്നവൻ പറഞ്ഞു. അന്നു മുതൽ ശൗലിന് ദാവീദിനോട് കണ്ണുകടി തുടങ്ങി. പിറ്റേന്നാൾ ദൈവത്തിന്റെ പക്കൽ നിന്നുള്ള ദുരാത്മാവ് ശൗലിന്മേൽ വന്നു. അവൻ അരമനയ്ക്കകത്ത് ഉറഞ്ഞു പറഞ്ഞു. ദാവീദോ പതിവ് പോലെ കിന്നരം വായിച്ചു കൊണ്ടിരുന്നു. ശൗലിന്റെ കയ്യിൽ ഒരു കുന്തമുണ്ടായിരുന്നു. ദാവീദിനെ ചുവരോട് ചേർത്ത് കുത്തുവാൻ വിചാരിച്ചുകൊണ്ട് ശൗൽ കുന്തം ചാടി. എന്നാൽ ദാവീദ് 2 പ്രാവശ്യം അവന്റെ മുൻപിൽ നിന്ന് മാറിക്കളഞ്ഞു. യഹോവ ദാവീദിനോടുകൂടെ ഇരിക്കുകയും ശൗലിനെ വിട്ടുമാറുകയും ചെയ്തതുകൊണ്ട് ശൗൽ ദാവീദിനെ ഭയപ്പെട്ടു. അതുകൊണ്ട് ശൗൽ അവനെ തന്റെ അടുക്കൽ നിന്ന് മാറ്റി സഹസ്രാധിപനാക്കി. അങ്ങനെ അവൻ ജനത്തിന് നായകനായി പെരുമാറിപ്പോന്നു. ദാവീദ് തന്റെ എല്ലാ വഴികളിലും വിവേകത്തോടെ നടന്നു. യഹോവ അവനോടുകൂടെയുണ്ടായിരുന്നു. അവൻ ഏറ്റവും വിവേകത്തോടെ നടക്കുന്നു എന്ന് ശൗൽ കണ്ടിട്ട് അവങ്കിൽ ആശങ്കിതനായി തീർന്നു. എന്നാൽ ദാവീദ് ഇസ്രായേലിനും യഹൂദയ്ക്കും നായകനായി പെരുമാറിയതുകൊണ്ട് അവരൊക്കെയും അവനെ സ്നേഹിച്ചു. അനന്തരം ശൗൽ ദാവീദിനോട്, എൻ്റെ മൂത്ത മകൾ മേരബുണ്ടല്ലോ, ഞാൻ അവളെ നിനക്ക് ഭാര്യയായി തരും. നീ ശൂരനായി എനിക്ക് വേണ്ടി യഹോവയുടെ യുദ്ധങ്ങൾ നടത്തിയാൽ മതി എന്ന് പറഞ്ഞു. എൻ്റെ കൈയല്ല, ഫെലിസ്ത്യരുടെ കൈ അവൻ്റെ മേൽ വീഴുവാൻ സംഗതി വരട്ടെ എന്ന് ശൗൽ വിചാരിച്ചു. ദാവീദ് ശൗലിനോട്, രാജാവിൻ്റെ മരുമകനായിരിക്കാൻ ഞാൻ ആർ? ഇസ്രായേലിൽ എൻ്റെ അസ്മാദികളും എൻ്റെ പിതൃഭവനവും എന്തുള്ളൂ എന്ന് പറഞ്ഞു. ശൗലിൻ്റെ മകളായ മേരബിനെ ദാവീദിന് കൊടുക്കേണ്ടിയിരുന്ന സമയത്ത് അവളെ മെഹോലാത്യനായ അദ്രിയേലിന് ഭാര്യയായി കൊടുത്തു. ശൗലിൻ്റെ മകളായ മീഖളോ ദാവീദിനെ സ്നേഹിച്ചു. അത് ശൗലിന് അറിവ് കിട്ടി. കാര്യം അവന് ഇഷ്ടമായി. അവൾ അവന് ഒരു കെണിയായിരിക്കേണ്ടതിനും
ഫെലിസ്ത്യരുടെ കൈ അവൻ്റെ മേൽ വീഴേണ്ടതിനും ഞാൻ അവളെ അവന് കൊടുക്കും എന്ന് ശൗൽ വിചാരിച്ചു ദാവീദിനോട്, നീ ഈ 2ാം പ്രാവശ്യം എനിക്ക് മരുമകനായി തീരണം എന്ന് പറഞ്ഞു. പിന്നെ ശൗൽ തൻ്റെ ഭൃത്യന്മാരോട്, നിങ്ങൾ സ്വകാര്യമായി ദാവീദിനോട് സംസാരിച്ചു, ഇതാ രാജാവിന് നിന്നെ പ്രിയമാകുന്നു, അവൻ്റെ ഭൃത്യന്മാരൊക്കെയും നിന്നെ സ്നേഹിക്കുന്നു, ആകയാൽ നീ രാജാവിൻ്റെ മരുമകനായി തീരണം എന്ന് പറവീൻ എന്ന് കൽപ്പിച്ചു. ശൗലിൻ്റെ ഭൃത്യന്മാർ ആ വാക്ക് ദാവീദിനോട് പറഞ്ഞാറേ ദാവീദ്, രാജാവിൻ്റെ മരുമകനാകുന്നത് അല്പകാര്യമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുവോ? ഞാൻ ദരിദ്രനും എളിയവനും ആകുന്നുവല്ലോ എന്ന് പറഞ്ഞു. ശൗലിൻ്റെ ഭൃത്യന്മാർ ദാവീദ് ഇപ്രകാരം പറഞ്ഞു എന്ന് ബോധിപ്പിച്ചു. അതിന് ശൗൽ, രാജാവിൻ്റെ ശത്രുക്കൾക്ക് പ്രതികാരമാകുവാൻ തക്കവണ്ണം ഫെലിസ്ത്യരുടെ 100 അഗ്രചർമ്മമല്ലാതെ രാജാവ് യാതൊരു സ്ത്രീധനവും ആഗ്രഹിക്കുന്നില്ല എന്നിങ്ങനെ നിങ്ങൾ ദാവീദിനോട് പറയണം എന്ന് കൽപ്പിച്ചു. ഫെലിസ്ത്യരുടെ കൈയാൽ ദാവീദിനെ വീഴുമാറാക്കണമെന്ന് ശൗൽ കരുതിയിരുന്നു. ഭൃത്യന്മാർ ദാവീദിനോട് ഈ വാക്ക് അറിയിച്ചപ്പോൾ രാജാവിൻ്റെ മരുമകനാകുവാൻ ദാവീദിന് സന്തോഷമായി. അവധി കഴിയുന്നതിനു മുൻപേ ദാവീദും അവൻ്റെ ആളുകളും പുറപ്പെട്ടു ചെന്ന് ഫെലിസ്ത്യരിൽ 200 പേരെ കൊന്നു. അവരുടെ അഗ്രചർമ്മം കൊണ്ടുവന്ന് താൻ രാജാവിൻ്റെ മരുമകനാകേണ്ടതിന് രാജാവിന് എണ്ണം കൊടുത്തു. ശൗൽ തൻ്റെ മകളായ മീഖളിനെ അവന് ഭാര്യയായി കൊടുത്തു. യഹോവ ദാവീദിനോട് കൂടെ ഉണ്ടെന്നും ശൗലിൻ്റെ മകളായ മീഖൾ അവനെ സ്നേഹിച്ചു എന്നും ശൗൽ കണ്ടറിഞ്ഞപ്പോൾ ശൗൽ ദാവീദിനെ പിന്നെയും അധികം ഭയപ്പെട്ടു. ശൗൽ ദാവീദിന് നിത്യശത്രുവായി തീർന്നു. എന്നാൽ ഫെലിസ്ത്യ പ്രഭുക്കന്മാർ യുദ്ധത്തിന് പുറപ്പെട്ടു. അവർ പുറപ്പെടുമ്പോഴൊക്കെയും ദാവീദ് ശൗലിൻ്റെ സകല ഭൃത്യന്മാരെക്കാളും കൃതാർത്ഥനായിരുന്നു. അവൻ്റെ പേർ വിസ്തൃതമായി തീർന്നു. ഒന്ന് ശമൂവേൽ അധ്യായം 19. അനന്തരം ശൗൽ തൻ്റെ മകനായ യോനാഥാനോടും സകല ഭൃത്യന്മാരോടും ദാവീദിനെ കൊല്ലണം എന്ന് കൽപ്പിച്ചു. എങ്കിലും ശൗലിൻ്റെ മകനായ യോനാഥാന് ദാവീദിനോട് വളരെ ഇഷ്ടമായിരുന്നതുകൊണ്ട് യോനാഥാൻ ദാവീദിനോട്, എൻ്റെ അപ്പനായ ശൗൽ നിന്നെ കൊല്ലുവാൻ നോക്കുന്നു. ആകയാൽ നീ രാവിലെ സൂക്ഷിച്ച് ഗൂഢമായൊരു സ്ഥലത്ത് ഒളിച്ചു പാർക്ക. ഞാൻ പുറപ്പെട്ടു നീ ഇരിക്കുന്ന വയലിൽ എൻ്റെ അപ്പൻ്റെ അടുക്കൽ നിന്നെക്കുറിച്ച് എൻ്റെ അപ്പനോട് സംസാരിക്കും. ഞാൻ ഗ്രഹിക്കുന്നത് നിന്നെ അറിയിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ യോനാഥാൻ തൻ്റെ അപ്പനായ ശൗലിനോട് ദാവീദിനെക്കുറിച്ച് ഗുണമായി സംസാരിച്ചു പറഞ്ഞത്, രാജാവ് തൻ്റെ ഭൃത്യനായ ദാവീദിനോട് ദോഷം ചെയ്യരുതേ. അവൻ നിന്നോട് ദോഷം ചെയ്തിട്ടില്ല. അവൻ്റെ പ്രവർത്തികൾ നിനക്ക് ഏറ്റവും ഗുണകരമായിരുന്നതേ ഉള്ളൂ. അവൻ തൻ്റെ ജീവനെ ഉപേക്ഷിച്ചു കൊണ്ടല്ലോ ആ ഫെലിസ്ത്യനെ സംഹരിക്കുകയും അങ്ങനെ യഹോവ എല്ലാ ഇസ്രായേലിനും വലിയൊരു രക്ഷ വരുത്തുകയും ചെയ്തത്. നീ അത് കണ്ട് സന്തോഷിച്ചു. ആകയാൽ നീ വെറുതെ ദാവീദിനെ കൊന്ന് കുറ്റമില്ലാത്ത രക്തം ചൊരിഞ്ഞ് പാപം ചെയ്യുന്നത് എന്തിന്? യോനാഥാന്റെ വാക്ക് കേട്ടു യഹോവയാണ് അവനെ കൊല്ലുകയില്ല എന്ന് ശൗൽ സത്യം ചെയ്തു. പിന്നെ യോനാഥാൻ ദാവീദിനെ വിളിച്ച് കാര്യമെല്ലാം അറിയിച്ചു. യോനാഥാൻ ദാവീദിനെ ശൗലിന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ മുൻപിലത്തെ പോലെ അവന്റെ സന്നിധിയിൽ നിൽക്കുകയും ചെയ്തു. പിന്നെയും യുദ്ധമുണ്ടായാറെ ദാവീദ് പുറപ്പെട്ട് ഫെലിസ്ത്യരോട് പടവെട്ടി അവരെ കഠിനമായി തോൽപ്പിച്ചു. അവർ അവന്റെ മുൻപിൽ നിന്നോടി. യഹോവയുടെ പക്കൽ നിന്ന് ദുരാത്മാവ് പിന്നെയും ശൗലിന്റെ മേൽ വന്നു. അവൻ കയ്യിൽ കുന്തവും പിടിച്ച് തൻ്റെ അരമനയിൽ ഇരിക്കുകയായിരുന്നു. ദാവീദ് കിന്നരം വായിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ശൗൽ ദാവീദിനെ കുന്തം കൊണ്ട് ചുവരോട് ചേർത്ത് കുത്തുവാൻ നോക്കി. അവനോ ശൗലിന്റെ മുൻപിൽ നിന്ന് മാറിക്കളഞ്ഞു. കുന്തം ചുവരിൽ തറച്ചു. ദാവീദ് ആ രാത്രിയിൽ തന്നെ ഓടിപ്പോയി രക്ഷപ്പെട്ടു. ദാവീദിനെ കാത്തുനിന്ന് രാവിലെ കൊന്നുകളയേണ്ടതിന് ശൗൽ അവന്റെ വീട്ടിലേക്ക് ദൂതന്മാരെ അയച്ചു. ദാവീദിന്റെ ഭാര്യയായ മീഖൾ അവനോട്, ഈ രാത്രിയിൽ നിന്റെ ജീവനെ രക്ഷിച്ചു കൊണ്ടില്ലെങ്കിൽ നാളെ നിന്നെ കൊന്നുപോകും എന്ന് പറഞ്ഞു. അങ്ങനെ മീഖൾ ദാവീദിനെ കിളിവാതിൽ കൂടി ഇറക്കി വിട്ടു. അവൻ ഓടിപ്പോയി രക്ഷപ്പെട്ടു. മീഖൾ
ഒരു ബിംബമെടുത്ത് കട്ടിലിന്മേൽ കിടത്തി അതിൻ്റെ തലയ്ക്ക് കോലാട്ട് രോമം കൊണ്ടുള്ള മൂടിയും ഇട്ട് ഒരു വസ്ത്രം കൊണ്ട് പുതപ്പിച്ചു. ദാവീദിനെ പിടിപ്പാൻ ശൗൽ ദൂതന്മാരെ അയച്ചപ്പോൾ അവൻ ദീനമായി കിടക്കുന്നു എന്ന് അവൾ പറഞ്ഞു. എന്നാറെ ശൗൽ, ഞാൻ അവനെ കൊല്ലേണ്ടതിന് കിടക്കിയോടെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീൻ എന്ന് കൽപ്പിച്ചു. ദാവീദിനെ ചെന്നു നോക്കുവാൻ ദൂതന്മാരെ അയച്ചു. ദൂതന്മാർ ചെന്നപ്പോൾ കട്ടിലിന്മേൽ ഒരു ബിംബം തലയ്ക്ക് കോലാട്ട് രോമം കൊണ്ടുള്ള ഒരു മൂടിയുമായി കിടക്കുന്നത് കണ്ടു. എന്നാറെ ശൗൽ മീഖളിനോട്, നീ ഇങ്ങനെ എന്നെ ചതിക്കുകയും എൻ്റെ ശത്രു ചാടിപ്പോകുവാൻ അവനെ വിട്ടയക്കുകയും ചെയ്തത് എന്ത് എന്ന് ചോദിച്ചതിന്, എന്നെ വിട്ടയക്ക, അല്ലെങ്കിൽ ഞാൻ നിന്നെ കൊല്ലും എന്ന് അവൻ എന്നോട് പറഞ്ഞു എന്ന് മീഖൾ ശൗലിനോട് പറഞ്ഞു. ഇങ്ങനെ ദാവീദ് ഓടിപ്പോയി രക്ഷപ്പെട്ടു. രാമയിൽ ശമൂവേലിൻ്റെ അടുക്കൽ ചെന്ന് ശൗൽ തന്നോട് ചെയ്തതൊക്കെയും അവനോട് അറിയിച്ചു. പിന്നെ അവനും ശമൂവേലും പുറപ്പെട്ട് നയ്യോത്തിൽ ചെന്ന് പാർത്തു. അനന്തരം ദാവീദ് രാമയിലെ നയ്യോത്തിലുണ്ട് എന്ന് ശൗലിന് അറിവ് കിട്ടി. ശൗൽ ദാവീദിനെ പിടിപ്പാൻ ദൂതന്മാരെ അയച്ചു. അവർ പ്രവാചക സംഘം പ്രവചിക്കുന്നതും ശമൂവേൽ അവരുടെ തലവനായിരിക്കുന്നതും കണ്ടപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ശൗലിൻ്റെ ദൂതന്മാരുടെ മേലും വന്നു. അവരും പ്രവചിച്ചു. ശൗൽ അതറിഞ്ഞപ്പോൾ വേറെ ദൂതന്മാരെ അയച്ചു. അവരും അങ്ങനെ തന്നെ പ്രവചിച്ചു. ശൗൽ പിന്നെയും 3-ാം പ്രാവശ്യം ദൂതന്മാരെ അയച്ചു. അവരും പ്രവചിച്ചു. പിന്നെ അവൻ തന്നെ രാമയിലേക്ക് പോയി സേക്കോവിലെ വലിയ കിണറ്റിങ്കലെത്തി. ശമൂവേലും ദാവീദും എവിടെയാകുന്നു എന്ന് ചോദിച്ചു. അവർ രാമയിലെ നയ്യോത്തിലുണ്ട് എന്നൊരുത്തൻ പറഞ്ഞു. അങ്ങനെ അവൻ രാമയിലെ നയ്യോത്തിന് ചെന്നു. ദൈവത്തിൻ്റെ ആത്മാവ് അവൻ്റെ മേലും വന്നു. അവൻ രാമയിലെ നയ്യോത്തിൽ എത്തും വരെ പ്രവചിച്ചുകൊണ്ട് നടന്നു. അവൻ തൻ്റെ വസ്ത്രം ഉരിഞ്ഞു കളഞ്ഞു. അങ്ങനെ ശമൂവേലിൻ്റെ മുൻപാകെ പ്രവചിച്ചുകൊണ്ട് അന്ന് രാപ്പകൽ മുഴുവനും നഗ്നനായി കിടന്നു. ആകയാൽ ശൗലുമുണ്ടോ പ്രവാചക ഗണത്തിൽ എന്ന് പറഞ്ഞു വരുന്നു.